മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി വേവുന്നു മറിമിഴിയാള് അവളുടെ മധുരിതമാം പേര് ഹസ്നുൽ ജമാൽ ഹസ്നുൽ ജമാൽ പൂവിന്നെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളിന് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അടിച്ച് പൊളിച്ച് നിൽക്കി ബിരിയാണിയൊക്കെ തിന്ന്. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു മേക്കപ്പ് ലുക്കാണ്. ഇതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. ആൻഡ് ഇത് അബായാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആലിഫ് അബായ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിൽ നിന്ന് എടുത്തിട്ട് അബായാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടി പോകണം. സോ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മേക്കപ്പ് തുടങ്ങാൻ നമുക്ക് എന്താ സ്കിൻ കെയർ ചെയ്യാം. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോഡ 1% കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് ആണ്. ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ. ഇതിനകത്ത് കോജിക് ആസിഡ് വരുന്നുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക് സ്പോട്ട്സും ബ്ലമിഷും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൽഫ ആർബ്യൂട്ടിൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയില്ല, മെലാനിൻ പ്രൊഡക്ഷൻ നമുക്ക് ടാൻ തരാൻ ടാനിൽ മീൻസ് ആ ഒരു ഡാർക്ക് ബ്ലമിഷ് വരാനുള്ള കാരണം. അപ്പോൾ അത് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളിത് ഏറ്റവും നല്ലത് നല്ല രീതിക്ക് വെയിൽ കൊണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൈസ് ജസ്റ്റ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്തു. ഞാൻ പറയുന്നത് നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫേസ് വാഷ് സൂപ്പറായിരിക്കും. എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, പക്ഷേ നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ്. അതിനുശേഷം സിറായിട്ട് യൂസ് ചെയ്യുന്ന 2% കോജിക് ആസിഡ് ഫേസ് സീറാണ്. മൈലൻ ചിട്ടയുകൊണ്ട് അവിടെ ഇട്ട് തരാൻ പറ്റാത്തത് ഗൈസ്. ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിറാണ്. അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോജിക് ആസിഡ് അറിയാലോ, ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ നമ്പർ 1 ഇതിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കോജിക് ആസിഡ് എന്ന് പറയുന്നത്. സോ അത് ഫേസിൽ നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ഗ്ലോ കിട്ടും. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മുമ്പത്തെ ഒരു കോജിക് ആസിഡിൻ്റെ ഒരു വീഡിയോ നോക്കണമെങ്കിൽ എൻ്റെ ഫേസിൽ ഇതിനേക്കാളും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ സിറം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്, ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ട്. അപ്പുറത്തൊരു 2 കുരു നിൽപ്പുണ്ടായി. ഞാൻ ഇച്ചിരി ചിക്കൻ ടിക്ക തിന്നത് ആ കൊതിമൂത്ത് അമ്മച്ചു. അത് നോക്കി മുഖത്ത് കയറി പെരുവിരിക്കണം. ഞാൻ എന്താ പിടിച്ചടിച്ച കണക്ക്. ഓക്കെ ഗൈസ്, ഇനി ഏത് ക്ലൈമറ്റ് ആയാലും പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ. ഇത് ഡെർമാക്കോഡ 1% ഹൈർലോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. SPF 50 വരുന്ന PA++++ വരുന്ന സൺസ്ക്രീനാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ആൻഡ് ഓൾസോ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻ അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്തേക്കോ. ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എന്താ പറയുക, എനിക്കറിഞ്ഞു നമ്മൾ ഈ മുഖത്തെന്തോ വെള്ളം ഇട്ട് കണക്കുമ്പോൾ അപ്പോൾ മുഖമൊക്കെ കഴുകുമ്പോൾ നമ്മളെ മുഖത്ത് വെള്ളം അബ്സോർബ് ചെയ്യില്ല. അത് കണക്കാണ് ഗൈസ്. ഭയങ്കര ഡിസോൾവ് ലൈക്ക് വാട്ടറാണ്. അത്ര സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ആയിട്ടുള്ള. പിന്നെ എല്ലാ പ്രോഡക്റ്റും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ പറഞ്ഞു വെച്ച് പാച്ച് ടെസ്റ്റ് ചെയ്യാതിരിക്കരുത്. പിന്നെ നിങ്ങൾ ഗ്ലാമി 2024 എന്ന് പറഞ്ഞ കോഡ് ടൈപ്പ് എടുത്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. പിന്നെ ഈ പ്രോഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓരോ തവണ ഡെർമാക്കോയിന്ന് പ്രോഡക്ട്സ് വാങ്ങുമ്പോഴും നമ്മൾ 15,000-ലധികം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. പിന്നെ നോക്കുകയാണെങ്കിൽ ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ടട്ട ബൈ. സോ ഗൈസ്, ആദ്യം ഞാൻ ലെൻസാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറയാം, ഈ ഒരു അവായിട്ടപ്പോൾ ആരും എന്നെ ലൈക്ക് നീ ഒരു ഹിന്ദു അല്ലേ, നീ അങ്ങനെ ഇടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കരുത്. ഞാൻ ഹിന്ദു എന്നുള്ളതിനേക്കാളും ഞാനൊരു മനുഷ്യനായിട്ടാണ് എന്നെ വിശ്വസിക്കുന്നത്. എല്ലാ മതത്തിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതും ഞാൻ ഭയങ്കര എനിക്കൊരു ഫീൽ വെച്ചാൽ ഞാൻ എന്തോ ഒരു സംഭവം ഞാൻ ഖുറാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴങ്ങനെ ഭയങ്കര ഒരു പുണ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ആരും വരരുത്. കാരണം അങ്ങനെ ഒരു മത ഒരിതും ആർക്കും ഉണ്ടാവരുത്. ഞാൻ അങ്ങനെ ആരെയും കാണുന്നില്ല, അപ്പോൾ ഇങ്ങനെ ആരും കാണരുത്. ഓക്കെ. സോ ആദ്യം ഞാൻ പിന്നെ ലെൻസ് ഇട്ടിട്ട് കൺസീലറാണ് ചെയ്ത് കൊടുക്കുന്നത്. കൺസീലറല്ല, പീച്ച് കളർ കറക്റ്റാണ്. കാരണം ചെറുതായിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സർക്കിൾസ് അല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് അത് മാറ്റാൻ വേണ്ടി കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീച്ച് കളർ കറക്റ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് സിമ്പിളായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കൺസീലറാണ് ഓൾ ഓവർ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി നമുക്ക് പീച്ച് അവൈലബിൾ ആണ്, ഓറഞ്ച് അവൈലബിൾ ആണ്, ഗ്രീൻ അവൈലബിൾ ആണ്, റെഡ് ഒക്കെ കളർ കറക്റ്റേഴ്സ് അവൈലബിൾ ആണ്, പർപ്പിൾ കളർ കറക്റ്റേഴ്സ് അവൈലബിൾ ആണ്.
സോ യെല്ലോ അവൈലബിൾ ആണ്. അപ്പം ഞാൻ പീച്ച് ഉപയോഗിക്കണം. പീച്ചാണ് ഭയങ്കര ന്യൂട്രൽ, പീച്ചാണ് നമുക്ക് സേഫ്. ഓറഞ്ചൊക്കെ ഒരുപാട് യൂസ് ചെയ്താൽ മുഖം ഒരുമാതിരി മഞ്ഞിച്ചിരിക്കും. അതിന് ശേഷം ഞാൻ കൺസിലർ ഇട്ടതിന് ശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ സീരിയസ്ലി നിങ്ങൾക്ക് ഇത് ടു ഫേസിൻ്റെ കൺസീലറാണ്. ഈ ഒരു കൺസീലർ തന്നെ അടിപൊളി ധാരാളമാണ്, അടിപൊളി കൺസീലറാണ്. സോ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള കൺസീലറാണ്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാ കണ്ണ് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ ലെൻസ് വെച്ചതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു മേക്കപ്പ് ലുക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ ലെൻസ് വെച്ചത്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല ഗൈസ്. പിന്നെ കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് 2 ബ്രൗൺ ഷെയ്ഡ്സ്, ലൈറ്റ് ബ്രൗണും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡോടെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞതിന് ശേഷം ജസ്റ്റ് കോണ്ടർ ചെയ്ത് കൊടുക്കുകയാണ് ഐലിഡ്സ്. കോണ്ടർ ചെയ്ത് കൊടുത്തിട്ട് ഐ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഡെഫിനിഷനും ഒരു ഡെപ്തും ഷേപ്പൊക്കെ ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടർ ചെയ്ത് കൊടുക്കാതെയും നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ബ്രൗൺ വെച്ച് വേണോ കോണ്ടർ ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. പിങ്ക് വെച്ചിട്ട് കോണ്ടർ ചെയ്യാം, ഗ്രീൻ ലൈറ്റ് വെച്ചിട്ട്, എന്തായാലും ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട് കോണ്ടർ ചെയ്തിട്ട് ഡാർക്ക് കളേഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് ഇപ്പം ഞാൻ ബ്രൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ന്യൂട്രൽ ആയിട്ടിരിക്കും, ഭയങ്കര കോമൺ ആയിട്ടിരിക്കും. അപ്പോൾ അത് സെറ്റായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ കൊടുത്തത്. അതിന് ശേഷം താഴെ ലിഡിലൂടെ കൊടുത്തു. പിന്നെ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലെൻസ് വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്യാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ചിട്ട് ടൈറ്റ് ലൈൻ, ഇത് കണക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് ഭയങ്കര ഭംഗിയാണ് കണ്ണിന്. ആൻഡ് ഇത് ഞാൻ കെ ബ്യൂട്ടിയുടെ കാജലാണ് യൂസ് ചെയ്തത്. പിന്നെ ഇബ കോസ്മെറ്റിക്സിൻ്റെ ലൈനറാണ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വിങ് വരച്ച് കൊടുക്കാൻ വേണ്ടി. കാരണം ഞാൻ കണ്ടുകൊണ്ട് അബായൊക്കെ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഇടുന്ന, അതായത് ഫുള്ള് കവർ ചെയ്തിട്ട് കണ്ണ് മാത്രം കാണിക്കില്ല. അപ്പോൾ അവരെ കണ്ണിൽ നല്ലപോലെ അവരിങ്ങനെ വാലിട്ട് എഴുതും. അയ്യോ എന്ത് ഭംഗിയാണെന്നൊരിത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര വിങ്സ്, ഭയങ്കര ഷാർപ്പ് വിങ്സ് കൊടുക്കും, ഭയങ്കര ഒരു അറബിക് സ്റ്റൈലിൽ. അത് കാണാൻ ഭയങ്കര അടിപൊളിയാണ്, സീരിയസ്ലി പറയാലോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതേ കണക്ക് ജസ്റ്റ് എല്ലാം എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ലുക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഹന്ന എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ 10 പഠിച്ച ഹന്ന ഫാത്തിമ. അവൾ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ട് കണ്ണ് മാത്രമേ കാണുള്ളൂ. അവൾ എന്തോ ഇങ്ങനെ അവൾ കണ്ണ് സൂപ്പറാണ്. അവൾ കണ്ണ് കണ്ട ഗൈസ് അപ്പം അവിടെ വീഴും, അത്രയ്ക്ക് ചന്തമാണ് അവളെ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. സോ അത് നല്ല ഭംഗിയാണ് അങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടി. ഹന്ന നീ ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ വിളിക്കുകയെങ്കിലും ചെയ്യണം, നമ്പരൊന്നും ഇല്ല. ഓക്കെ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് എഗെയിൻ ഐലൈനർ എടുത്തിട്ട്, അത് ഓൾറെഡി ഐബയുടെ തീർന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ എഗെയിൻ ലൈനർ എടുത്തിട്ട് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഷാർപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ ആ ബ്രഷ് വെച്ചിട്ട് ആ തുമ്പൊന്ന് സ്മഡ്ജ് ചെയ്ത് മെഗളിലോട്ട് വിടണം. അപ്പോൾ കറക്റ്റ് ഷാർപ്പ് ഒരു തീപ്പൊരു ലുക്ക് നമുക്ക് കിട്ടും ഗൈസ്. ഇത് തന്നെ സെറ്റാണ്. സോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ ഒടുക്കത്തെ ആ ഒരു വിങ് സെറ്റ് കിട്ടാൻ പാടാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എത്ര ഐബ്രോസ് ഉള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ അതിനുശേഷം മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. ഫെൻഡി ബ്യൂട്ടിയുടെ മസ്കാര. കാരണം ഇപ്പം എൻ്റെ ഈ ഒരു മസ്കാര മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിലും ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മസ്കാര ഫേക്ക് ലാഷൊന്നും നിങ്ങൾ വയ്ക്കേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു മസ്കാര തന്നെ ധാരാളമാണ് ഗൈസ്. അടിപൊളി മസ്കാര എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ. കൺപീലി ഇങ്ങനെ എടുത്ത് വിജലംബിച്ച് പടർത്തി എനിക്ക് അറിഞ്ഞു ഗൈസ്, അത്ര പൊളിയാക്കി വയ്ക്കും. അത്രയ്ക്ക് സൂപ്പർ മസ്കാരയാണ്, അടിപൊളി മസ്കാരയാണ്, സൂപ്പറാണ്. സോ കണ്ണിനും താഴെയൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിനു കണ്ണായി എന്താണ് അറിഞ്ഞൂടാ. ഓക്കെ. സോ എനിക്ക് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മസ്കാര നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഗായ്സ്. ഓക്കെ, ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കണ്ണിൽ ഫേക്ക് ലാഷ് വച്ച പോലെ തന്നെയാണ്, അത്രയ്ക്ക് സൂപ്പറായിട്ടിരിക്കും. സീരിയസ്ലി ഈ ഫെൻഡി ബ്യൂട്ടി മസ്കാര നിങ്ങൾക്ക് പൈസ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ, നിങ്ങൾ വാങ്ങിച്ചു. ഭയങ്കര വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. അതിനുശേഷം ഞാൻ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് സോറി ഗൈസ്, എൻ്റെ അലാറമാണ്. എന്തുകൊണ്ട് ഞാൻ ഈ ബ്ലഷ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ബ്ലഷ് അടിപൊളിയാണ്, ഉടനെ തീർക്കണം. കാരണം വേറെ ഒന്നുമില്ല, ഇത് കുറവുണ്ട്, അപ്പം പെട്ടെന്ന് തീരണ്ടേ. അപ്പം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൂക്കിൽ കവിളിലൊക്കെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
സൂപ്പർവായിട്ടുള്ള മസ്കാരയാണ്. സീരിയസ്ലി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തു. അടിപൊളി മസ്കാരയാണ്. സോറി, എനിക്ക് ഭ്രാന്താണ് ഗൈസ്. സോറി, ബ്ലഷാണ്. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് നമ്മൾ പെരുന്നാളിന് പോകണം കേട്ടോ. പെരുന്നാളിന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അപ്പം ഞാൻ ഒരു എന്തൊക്കെ കഴിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ ഇരുന്നു ഗൈസ്. സോറി, അപ്പം അല്ലാണെങ്കിൽ വയ്യ. അപ്പോൾ അതും കൂടെ കൊണ്ട് ടൈറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് കഴിക്കത്തിരി പറയണം, എന്നാലും കുഴപ്പമില്ല, കഴിക്കുക. അതിനുശേഷം ഞാൻ നൈക്കയുടെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഡേറ്റ് നൈറ്റോ അങ്ങനെ എന്തുവാണ് ഷെയ്ഡ്, എന്തോ ഡേറ്റ് വരുന്നൊരു ഷെയ്ഡാണ് എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ പൊളി ലുക്കാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ ഭയങ്കര പൊളി ലുക്കാണ്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ലോറ മെഴ്സിയറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. 301 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സീരിയസ്ലി അടിപൊളിയാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഒരു 3000 ഒരു സംതിങ് വരും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങണമെന്നുള്ള ഈ ഷെയ്ഡ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്. പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇത് സെറ്റ് ലിപ്സ്റ്റിക്കാണ് ഗൈസ്. സെറ്റ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവരും അങ്ങനെ ഇതിനും അങ്ങനെ ഒരുങ്ങാത്തവരും ഉണ്ടായിരിക്കും, ഒരുങ്ങുന്നവരുമുണ്ട്. ഒരുങ്ങാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഒരുങ്ങുന്നവരുമുണ്ട്. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് ഈദ് ലുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനങ്ങനെ ഒന്നും ഒരുങ്ങാറില്ല. പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ ഞാനിതൊരു മേക്കപ്പ് ലുക്കായിട്ടാണ് ചെയ്യുന്നത്. ആരെയും ഒരു രീതിക്കും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഞാൻ മെയ്ബലിൻ്റെ സെറ്റിംഗ് പൗഡറാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മെയ്ബലിൻ്റെ ജസ്റ്റ് ഞാൻ ലിങ്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിന് ശേഷം കാവിലൊക്കെ മെയ്ബലിൻ്റെ പൗഡർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പൗഡർ ഇടുമ്പോഴത്തേക്കും നല്ല സെറ്റാവും. സെറ്റായിട്ട് സൂപ്പർവായിട്ടിരിക്കും. അപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ ഗൈസ്. അതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വയ്ക്കുകയാണ്. ഓക്കെ, നമ്മളെ പരിപാടി കഴിഞ്ഞു. കഴുത്തിൽ, കണ്ണിൽ, പിന്നെ നമുക്ക് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലൊക്കെ ഡും ആരാണ് എന്തിനു വന്നു പിടിക്കാം. ഓക്കെ, ഇത് എത്ര തൂത്തിട്ടും എനിക്കങ്ങോട്ട് തൃപ്തി കണ്ടില്ല. പിന്നെ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ ഈ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സെറ്റായിട്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ ലുക്ക് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ തലയിൽ ഞാൻ ഇത് കണക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് എനിക്ക് കറക്റ്റായിട്ട് എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തതാണ്. മുടി മറയ്ക്കണമെന്നാണ്. അപ്പം ഞാൻ ഒരു ബാൻഡ് വെച്ചിട്ട് മുടി ഫുൾ ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പറാണ്. കാരണം ഇത് നല്ല പോലെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്കൊക്കെ വെച്ചിട്ട് സൂപ്പറാണ്. നിങ്ങൾ വേണമെങ്കിൽ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് നല്ല അബയാസ് ഉണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്യണം. ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും മോഡലൊക്കെ ഉണ്ടാകുന്ന ഞാനിങ്ങനെ അന്തം വിട്ട് നിന്നു. അത്രയ്ക്ക് സൂപ്പർ പേജാണ് ആ പേജും. സോ അപ്പോൾ എല്ലാവർക്കും ഞാൻ എഗെയിൻ ഒന്നുകൂടെ പറയാണ്, ഈദാശംസകൾ. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കൂ. സോ ഗായ്സ്, ടാറ്റ ബൈ ബൈ ഉമ്മ.